നമസ്കാരം. ഡിജിറ്റൽ ഇന്ത്യ സംരംഭത്തിന്റെ 10 വർഷത്തെ വിജയത്തിളക്കത്തിലാണിപ്പോൾ ഭാരതം. ഈ അവസരത്തിൽ തന്നെ ഈ വിജയത്തിന്റെ കുറിച്ച് പ്രതികരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതുവരെയുള്ള ഭരണം ഇന്ത്യക്കാരുടെ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനുള്ള കഴിവിനെ കുറിച്ച് സംശയം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിൽ പൗരന്മാരുടെ കഴിവുകളിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് തന്റെ സർക്കാർ ആ സമീപനം മാറ്റിയെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. 10 വർഷങ്ങൾക്ക് മുൻപ് വളരെ ബോധ്യത്തോടെ ഞങ്ങൾ ഒരു ധീരതയ യാത്ര ആരംഭിച്ചു. സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനുള്ള ഇന്ത്യക്കാരുടെ കഴിവിനെ കുറിച്ച് പതിറ്റാണ്ടുകൾ സംശയിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ഈ സമീപനം മാറ്റി. സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനുള്ള ഇന്ത്യക്കാരുടെ കഴിവിൽ വിശ്വസിച്ചു. സാങ്കേതിക വിദ്യയുടെ ഉപയോഗമുള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് പതിറ്റാണ്ടുകൾ ചെലവഴിച്ചപ്പോൾ ഞങ്ങൾ ഈ മനോഭാവം മാറ്റി. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വിടവ് ഇല്ലാതാക്കാൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഉദ്ദേശം ശരിയാകുമ്പോൾ നവീകരണം ശാക്തീകരിക്കപ്പെടാത്തവരെ ശാക്തീകരിക്കുന്നു. സമീപനം എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാകുമ്പോൾ സാങ്കേതിക വിദ്യ പിന്നാക്കം നിൽക്കുന്നവരുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുന്നു. ഈ വിശ്വാസം ഡിജിറ്റൽ ഇന്ത്യക്ക് അടിത്തറയിട്ടു. ജനാധിപത്യവൽക്കരിക്കുക, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുക, എല്ലാവർക്കും അവസരങ്ങൾ നൽകുക എന്നതാണ് ഡിജിറ്റൽ ഇന്ത്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2014 മുതൽ ഈ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളും മോദി എടുത്തു പറയുന്നുണ്ട്. രാജ്യത്തെ ഇന്റർനെറ്റ് കണക്ഷനുകൾ 25 കോടിയിൽ നിന്ന് 97 കോടിയിലധികമായി ഉയർന്നു. ഗ്രാമങ്ങളിൽ പോലും ഇന്റർനെറ്റ് കണക്ഷൻ നൽകുന്നതിനായി 42 ലക്ഷം കിലോമീറ്ററിലധികം ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ സ്ഥാപിച്ചു. ഇതൊക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട നേട്ടങ്ങൾ തന്നെയാണ്. 2014 ഇന്റർനെറ്റ് വ്യാപനം പരിമിതമായിരുന്നു. ഡിജിറ്റൽ സാക്ഷരത കുറവായിരുന്നു. സർക്കാർ സേവനങ്ങളിലേക്കുള്ള ഓൺലൈൻ ആക്സസ് കുറവായിരുന്നു. ഇന്ത്യയെ പോലെ വിശാലവും വൈവിധ്യപൂർണവുമായ ഒരു രാജ്യത്തിന് യഥാർത്ഥത്തിൽ ഡിജിറ്റലിലേക്ക് മാറാൻ കഴിയുമോ എന്ന് പലരും സംശയിച്ചു. ഇന്ന് ഡാറ്റയിലും ഡാഷ്ബോർഡുകളിലും മാത്രമല്ല 140 കോടി ഇന്ത്യക്കാരുടെ ജീവിതത്തിലും ആ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിട്ടുണ്ട്. പഠന മേഖലയിലും ജോലിയിലുമൊക്കെ ഇന്ന് ഡിജിറ്റലിലേക്ക് മാറിക്കഴിഞ്ഞു. ഇത് തന്നെയാണ് എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം. കൂടാതെ 2014 ഇന്ത്യയിൽ ഏകദേശം 25 കോടി ഇന്റർനെറ്റ് കണക്ഷനുകൾ ഉണ്ടായിരുന്നു. ഇന്ന് ആ സംഖ്യ 97 കോടിയിലധികമായി വളർന്നു. ഭൂമിക്കും ചന്ദ്രനും ഇടയിലുള്ള ദൂരത്തിന്റെ 11 മടങ്ങ് ദൂരത്തിന് തുല്യമായ 42 ലക്ഷം കിലോമീറ്ററിലധികം ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇപ്പോൾ ഏറ്റവും വിദൂര ഗ്രാമങ്ങളിൽ പോലും ബന്ധിപ്പിക്കപ്പെടുന്നു. ഇന്ത്യയുടെ 5G റോൾ ഔട്ട് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഒന്നാണ്. വെറും 2 വർഷത്തിനുള്ളിൽ 4.81 ലക്ഷം ബേസ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചു. ഗാൽവാൻ, സിയാച്ചിൻ, ലഡാക്ക് എന്നിവയുൾപ്പെടെ നഗര കേന്ദ്രങ്ങളിലും ഫോർവേഡ് സൈനിക പോസ്റ്റുകളിലും ഇപ്പോൾ അതിവേഗ ഇന്റർനെറ്റ് എത്തുന്നുണ്ട്. അതേസമയം പ്രതിവർഷം 100 ബില്യൺ ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്ന UPI പോലുള്ള പ്ലാറ്റ്ഫോമുകളെ ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യയുടെ ഡിജിറ്റൽ നട്ടലായ ഇന്ത്യ സ്റ്റോക്കിനെ പ്രധാനമന്ത്രി പ്രശംസിച്ചു. കൂടാതെ ഇന്ത്യയുടെ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ MSCEകളെയും ചെറുകിട സംരംഭത്തെയും ശാക്തീകരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമൈ TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.